Hi friends, welcome to our channel EduScore. നമ്മൾ ഇന്ന് കേരള സ്റ്റേറ്റ് സിലബസ് 9th ക്ലാസ് ബയോളജി ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസ് അതേ ഫോമിലല്ല പ്ലാന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാരണം ഗ്ലൂക്കോസ് വാട്ടർ സൊല്യൂബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് സ്റ്റോറേജ് ഫോമിന് പറ്റിയ ഒരു സ്റ്റേറ്റിലല്ല ഉള്ളത്. അതുകൊണ്ട് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാർച്ച് ആണ് പ്ലാന്റ്സിലെ സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാർച്ചിനെ പിന്നെ പല ടിഷ്യൂലേക്കും നമുക്ക് ഫുഡ് എത്തിക്കണം പ്ലാന്റ്സിൽ. അങ്ങനെ ആക്കി മാറ്റുന്നത് സൂക്രോസ് ഫോമിലാക്കിയതിന് ശേഷമാണ്. ഇനി സൂക്രോസിനെ ഫ്ലോയം എന്ന ടിഷ്യൂയിലൂടെ പ്ലാന്റിന്റെ പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇനി പല മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം ഈ സൂക്രോസ് ചിലപ്പോൾ സൂക്രോസ് ആയിട്ട് തന്നെ ആയിരിക്കും ചില പാർട്സിൽ കാണുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഫാറ്റ്, ഫ്രക്ടോസ് ഒക്കെ ആക്കിയിട്ട് മാറും. അപ്പം എക്സാമ്പിൾ ആയിട്ട് ട്യൂബേഴ്സിലൊക്കെ നമുക്ക് സ്റ്റാർച്ചാണ് കാണാം. ഇപ്പൊ കപ്പ കഴിക്കാറില്ലേ, അത് സ്റ്റാർച്ചാണ്. ലെഗ്യൂം, ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ ഫോമിലാണ് കിട്ടുന്നത്. ഓയിൽ സീഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഫാറ്റ് ആണ് കിട്ടുന്നത്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രക്ടോസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ഷുഗർ കെയിൻ, കരിമ്പൊക്കെ കഴിക്കലില്ലേ, അപ്പൊ സൂക്രോസിന്റെ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഫോട്ടോസിന്തസിസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് അങ്ങനെയുള്ള പ്ലാന്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഫ്രക്ടോസ്, സൂക്രോസ് ഒക്കെ കിട്ടുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നീഡ് ഓഫ് കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. എന്തായിരുന്നു ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആക്കി മാറ്റേണ്ടതിനുള്ള കാരണം? നമുക്കറിയാം ഗ്ലൂക്കോസ് വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പോൾ അത് സ്റ്റോറേജിന് പറ്റില്ല. അപ്പോൾ സ്റ്റോറേജ് ചെയ്ത് വെക്കണമെങ്കിൽ എന്ത് വേണം? വാട്ടർ സൊല്യൂബിൾ അല്ലാത്ത, വാട്ടർ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫോം വേണം. അതാണ് സ്റ്റാർച്ച്. മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. പ്ലാന്റ് സ്റ്റാർച്ച് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ കണ്ടില്ലേ. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് നമ്മൾ കണ്ടു. ചില സ്ഥലങ്ങളിൽ സ്റ്റാർച്ചിനെ പല സ്ഥലത്തേക്കും പറഞ്ഞയക്കുന്നത് സൂക്രോസ് ഫോമിലാണ്, ഫ്ലോയത്തിലൂടെ, ഫ്ലോയം ടിഷ്യൂയിലൂടെ. എന്നിട്ട് പിന്നെ അത് വീണ്ടും സ്റ്റാർച്ചായിട്ട് ട്യൂബേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രോട്ടീൻസ്, ലെഗ്യൂംസിലൊക്കെ പ്രോട്ടീൻസ് ആയിട്ടാണുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. Have you understand how various type of nutrients required for animals are obtained from plants? തൊട്ട് മുമ്പ് വന്നൊരു ഡൗട്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയും പഠിച്ചത് അല്ലേ. വെജിറ്റബിൾസ് അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സ് ഒക്കെ കഴിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് അതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? ഇനി ഇവിടെ ഒരു ടേം ഉണ്ട്. നമ്മൾ നേരത്തെ ഫോട്ടോസിന്തസിസ് പഠിച്ചു. ഫോട്ടോ എന്ന ടേം പറയുന്നത് ലൈറ്റ്. അപ്പം ലൈറ്റ് വെച്ചിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന അതിനെയായിരുന്നു ഫോട്ടോസിന്തസിസ് എന്ന് വിളിച്ചത്. നെക്സ്റ്റ് ടേം ആണ് കീമോസിന്തസിസ്. എന്തോ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓൾ പ്രൊഡ്യൂസേഴ്സ് ഓൺ എർത്ത് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റ്. എർത്തിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും, എന്താ പ്രൊഡ്യൂസേഴ്സ്? പ്ലാന്റ്സ്. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. നമ്മളൊക്കെ ആരാ? കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമൽസ് ഒക്കെ പോയിട്ട് കൺസ്യൂം ചെയ്യും. അപ്പം നമ്മൾ കൺസ്യൂമേഴ്സ്, പ്ലാന്റ്സ് അവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആണ്. എർത്തിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും സൺലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഫുഡ് ഉണ്ടാക്കുന്നത്. പകരം വേറെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ദ സൾഫർ ബാക്ടീരിയ സീൻ ഓൺ ലാൻഡ്. ലാൻഡിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് സൾഫർ ബാക്ടീരിയ. അവർ കരയിലും ഉണ്ടാവും, വെള്ളത്തിലും ഉണ്ടാവും. ഇവര് അങ്ങനെ കീമോസിന്തസിസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇവരെന്താണെന്നറിയോ ചെയ്യുക? ഇവര് കെമിക്കൽ കോമ്പൗണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക.
ഫോട്ടോസിന്തസിസിൽ എനർജി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നായിരുന്നു. ഇവിടെ എനർജി കിട്ടുന്നത് കെമിക്കൽ കോമ്പൗണ്ട്സ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതാണ് ഫോട്ടോസിന്തസിസും കീമോസിന്തസിസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കീമോസിന്തസിസ് ചെയ്യുന്ന എക്സാമ്പിൾ എന്താ ഇവിടെ പറഞ്ഞത്? സൾഫർ ബാക്ടീരിയ. അപ്പൊ നിങ്ങൾക്ക് കീമോസിന്തസിസ് എന്ന വാക്കും ഫോട്ടോസിന്തസിസ് എന്ന വാക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ, ലൈറ്റ്. അപ്പൊ ലൈറ്റ് എനർജിയാണ് എനർജി സോഴ്സ്. കീമോസിന്തസിസ്, കീമോ, കെമിക്കൽ കോമ്പൗണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് എനർജി സോഴ്സ്. അങ്ങനെ ഓർത്ത് വെക്കാം. ഡു പ്ലാന്റ്സ് പ്രൊവൈഡ് ഓൺലി ഫുഡ് ആൻഡ് ഓക്സിജൻ? പ്ലാന്റ്സ് നമുക്ക് ഫുഡും ഓക്സിജനും ഒക്കെ മാത്രമാണോ തരുന്നത്? അല്ല അല്ലേ? ഒബ്സർവ് ദ ഫിഗേഴ്സ് 1.1 given below and find more examples. ഇവിടെ നോക്ക്, കാപ്പിക്കുരു. നല്ല കാപ്പി കുടിക്കാറില്ലേ നമ്മൾ? അതാരാ നമുക്ക് തരുന്നത്? പ്ലാന്റ്സ് ആണ് തരുന്നത്. റബ്ബർ പാല്, റബ്ബർ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? പ്ലാന്റ്സ് നിന്നാണ് കിട്ടുന്നത്. കുരുമുളക്, സ്പൈസസ്, പിന്നെ കൊക്കോ, ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സ്. ഇങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് പ്ലാന്റ്സിന്. പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. മോസ്റ്റ് പ്ലാന്റ് പാർട്സ് ഹാവ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇൻ വൺ വേ ഓർ ദ അതർ. എല്ലാ പ്ലാന്റ് പാർട്ടിനും എന്തെങ്കിലും ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. എ വെറൈറ്റി ഓഫ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആർ മെയ്ഡ് ഫ്രം ദം. ദ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദീസ് റിസോഴ്സസ് ഓപ്പൺ ഡോർസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ചിലത് നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങ് എടുക്കുമായിരിക്കും. പക്ഷെ റബ്ബറൊക്കെ നമ്മൾ നേരെ റബ്ബർ പാല് എന്ന് പറഞ്ഞാൽ റബ്ബർ അല്ലല്ലോ, അതിനെ പിന്നെ പ്രോസസ്സ് ചെയ്യണം. കൊക്കോ ഒക്കെ ആണെങ്കിലും അതിനെ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ ഒരുപാട് പേർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുക്കുന്നത്. With the help of your teacher, collect information about economically important plant resources. Organize a discussion in your class on the job opportunities related to this area. Have you understood how diverse the plant world is? അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ടീച്ചറുമായിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഏതൊക്കെയാണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്ലാന്റിൽ എന്തൊക്കെ ടൈപ്പ് പ്ലാന്റ് ഉണ്ട്, എത്ര വാസ്റ്റ് ആണ് പ്ലാന്റ് വേൾഡ് എന്ന് പറയുന്നത് എന്ന്. ഓഷ്യൻ അറ്റ് ദ പാർ വിത്ത് ലാൻഡ്. Ocean is far more extensive than land. Ocean too has an amazing diversity in its ecosystem. Small organisms to the giant whales live there. Oceans ലാൻഡിനെക്കാട്ടും, സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ കരയിനെക്കാട്ടും എത്രയോ വലുതാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും കടലിൻ്റെ ഉള്ളിൽ കുറച്ച് മീന് അങ്ങനെയുള്ളൂ, അങ്ങനെയൊന്നുമല്ല. ഓഷ്യൻ്റെ ഉള്ളിൽ വലിയൊരു എക്കോസിസ്റ്റത്തിൻ്റെ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. അവിടെ കുഞ്ഞു കുഞ്ഞു ഓർഗാനിസം മുതൽ വലിയ ജയന്റ് വെയിൽസ് വരെ പ്രസന്റ് ആണ്. Analyze illustration 1.6 and the description given below. On the basis of the analysis and its indicators provided, discuss and write down your inferences in the science diary. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ഈ ചിത്രം ഇല്ലസ്ട്രേഷൻ 1.6 കാണിച്ചിരിക്കുന്നത് ഓഷ്യൻ ആസ് ആൻ എക്കോസിസ്റ്റം എന്നാണ്. എന്താണ് ഒരു എക്കോസിസ്റ്റം? ഒരു സ്ഥലത്തുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഒബ്ജക്റ്റ് എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് വിളിക്കുക. ഇപ്പം നമ്മളൊരു ഗാർഡൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്? ചെടികളുണ്ട്, കിളികളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, പിന്നെ കല്ലുകളുണ്ടാവും, മണ്ണുണ്ട്, അങ്ങനെയുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള കുറേ ലിവിങ് ഓർഗാനിസവും അതിൻ്റെ സറൗണ്ടിങ്സിനെയും കൂടെ മൊത്തത്തിലാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓഷ്യൻ ആസ് ആൻ എക്കോസിസ്റ്റം ആണ് ഫിഗർ. ഇവിടെ നമ്മൾ നോക്കൂ, ഈ ഒരു ഓഷ്യൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ടേർട്ടിൽസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, മീനൊക്കെ ഉണ്ട്, പിന്നെ മുള്ളുസ്ക് ഉണ്ട്, പല ടൈപ്പ് ഫിഷസ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്, ഇവിടെ താഴെ ചെടികളുണ്ട്, ആൽഗെ അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഉണ്ട്,
പിന്നെ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഓക്സിജൻ. ഇവിടുന്ന് വരുന്ന പ്ലാന്റ്സ് ഒക്കെ പുറത്തോട്ട് വിടുന്ന ഓക്സിജനൊക്കെ ബേർഡ്സ് ആനിമൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓഷ്യനിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു ആൽഗേനെ വാട്ടർ പ്ലാന്റ്സിനെ ഒക്കെ ഫിഷസ് ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉള്ള എനർജി എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? മുകളിൽ നിന്ന് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്കൊന്ന് ഈ ഫിഗർ കാണുമ്പോൾ തോന്നുക. ഇനി എന്താ ഇതിന് അടിയിൽ എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ്. ഓക്സിജൻ ലിവിങ് ഓർഗാനിസത്തിന് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. You know that oxygen in the atmosphere is obtained through photosynthesis. നമ്മൾ മുന്നേ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പം കണ്ടിട്ടില്ലായിരുന്നോ? എവിടെ വെച്ചിട്ട്, ഏത് റിയാക്ഷനിൽ വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് ഫേസിൽ വെച്ചിട്ടായിരുന്നു ഓക്സിജൻ ലിബറേറ്റ് ആവുന്നത്? ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷനിൽ വെച്ചിട്ടായിരുന്നു, ലൈറ്റ് ഫേസിൽ വെച്ചിട്ടായിരുന്നു ഓക്സിജൻ റിലീസ് ആവുന്നത്. ആ ഓക്സിജൻ ആണ് നമ്മളൊക്കെ ശ്വസിക്കുന്നത്. About 70 to 80% of oxygen in the atmosphere is contributed by algae and phytoplanktons present in the sea. കടലിലൊക്കെ ഉള്ള ആൽഗി അത് ഒരു ലോവർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. നമ്മൾ പൂപ്പലൊക്കെ കാണല്ലേ പച്ച കളറിലുള്ള ആ ആൽഗകളും പിന്നെ ഫൈറ്റോപ്ലാങ്ക്ടൺസ്, ഈ കടലിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. അവരാണ് അറ്റ്മോസ്ഫിയറിലുള്ള 70 to 80% ഓഫ് ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കാണുന്ന മരങ്ങളും നമുക്ക് ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഓക്സിജൻ തരുന്നുണ്ട്. പക്ഷെ അതിലും എത്രയോ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറിലുള്ളതിൻ്റെ 70 to 80% കൊടുക്കുന്നത് ഈ കടലിലുള്ള ആൽഗയും ഫൈറ്റോപ്ലാങ്ക്ടൺസും ഒക്കെയാണ്. ഇനി നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എക്കോസിസ്റ്റം. അപ്പം നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേജർ ആൾക്കാരാണ് ഓഷ്യൻ എക്കോസിസ്റ്റത്തിലുള്ള ആൽഗയും ഫൈറ്റോപ്ലാങ്ക്ടൺസും ഒക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ. ആ ഫോട്ടോസിന്തസിസ് അവരിൽ നടക്കുന്നത് കൊണ്ടാണ്, ഓഷ്യനിലുള്ള ഈ പറഞ്ഞ ആൽഗയിലും ഫൈറ്റോപ്ലാങ്ക്ടൺസിലും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ലെവലൊക്കെ മെയിൻറ്റെയിൻ ആയി കിടക്കുന്നത്. ആൽഗെ ആൻഡ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. കുറച്ച് നേരമായി നമ്മൾ ആൽഗെ ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നു. എന്താണെന്ന് ഇവിടെ നിന്ന് നോക്കാം. ദ വേൾഡ് ഓഫ് ആൽഗെ ഈസ് ഡൈവേഴ്സ്. ആൽഗേന്റെ വേൾഡ് എന്ന് പറയുന്നത് വളരെ പല ടൈപ്പ് ഓഫ് ആൽഗ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ മെയിൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദം, ആൽഗെ മേ ബി ഗ്രീൻ, റെഡ് ഓർ ബ്രൗൺ ഇൻ കളർ. ഒരു ആൽഗയിലുള്ള മേജർ പിഗ്മെന്റ് ഏതാണോ അതിനനുസരിച്ച് ആൽഗെ ഗ്രീൻ ഉണ്ട്, റെഡ് ആൽഗെ ഉണ്ട്, ബ്രൗൺ ആൽഗെ ഒക്കെ ഉണ്ട്. ആൽഗെ ആർ ഡൈവേഴ്സ് ഇൻ ദെയർ സൈസ് ടു. സൈസിലും ആൽഗെ ഡിഫറെന്റാ. കുഞ്ഞ് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ മാത്രം പാകത്തിലുള്ള ആൽഗകളുണ്ട്. അതേസമയം മീറ്ററുകളോളം വലിയ, നമുക്ക് നേരെ ഇങ്ങനെ മീറ്ററോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ആൽഗയും ഉണ്ട്. സർഗാസം ഈസ് എ ലാർജ് ബ്രൗൺ ആൽഗെ. ഒരു എക്സാമ്പിൾ ആണ് സർഗാസം. ഒരു ആൽഗയാണിത്. ഇതൊരു ബ്രൗൺ ആൽഗയാണ്. ഇങ്ങനെ കുറേ ലാർജ് ബ്രൗൺ ആൽഗയാണ്. Phytoplanktons found in oceans are free-floating microscopic organisms that perform photosynthesis. ഇനി നെക്സ്റ്റ് ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻസിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവരെന്താ ചെയ്യുക? അവരും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. Desmids, golden algae and cyanobacteria are examples of phytoplanktons. ഫൈറ്റോപ്ലാങ്ക്ടൺസിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 3 പേര് പറഞ്ഞിട്ടുണ്ട്. ഡെസ്മിഡ്സ്, ഗോൾഡൻ ആൽഗെ ആൻഡ് സയനോബാക്ടീരിയ. ഇവിടെ ഓഷ്യൻസ് ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഫൈൻഡ് ഇറ്റ്സ് റീസൺസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഓഷ്യൻസ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്തൊക്കെയാ? നിങ്ങൾക്ക് ഓർത്ത് നോക്കിക്കൂടെ എന്തൊക്കെയായിരിക്കും കാരണങ്ങളെന്ന്? ലൈക്ക് ലാൻഡ് പൊല്യൂഷൻ, ഓഷ്യൻ പൊല്യൂഷൻ ഓൾസോ adversely affect organisms including human beings. What can we do to avoid this? Formulate suggestions. Ocean gets polluted due to various reasons. Find its reasons and prepare a short note. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഓഷ്യൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്.
എന്നിട്ട് നിങ്ങളോട് നോട്ട് ഉണ്ടാക്കാനും. അപ്പം നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഈ വേസ്റ്റുകളൊക്കെ, ലാൻഡിലുള്ള വേസ്റ്റൊക്കെ റിവർ വഴി എങ്ങനെയെങ്കിലുമൊക്കെ ഒലിച്ച് സീയിലെത്തും. ഫർദർ അത് ഓഷ്യൻ പൊല്യൂഷന് കാരണമാവും. ഇനി വേറൊന്ന്, ഇപ്പം ഇൻഡസ്ട്രീസ് നിന്നൊക്കെ ഉള്ള വേസ്റ്റ് മെറ്റീരിയൽസിൽ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ വിഷങ്ങളൊക്കെ മാറ്റുന്ന പ്രോസസ്സ് ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ്ലി സീയിലേക്ക് ഇത് ഒഴുക്കി വിടുകയാണെങ്കിൽ അതും ഓഷ്യൻ പൊല്യൂഷന് കാരണമാണ്. നെക്സ്റ്റ് ഒന്നാണ് ഓയിൽ സ്പിൽസ്. വേറൊരു കാരണമാണ് ഇപ്പം ഗോൾഡ്, സിൽവർ, കോപ്പർ ഇതുപോലുള്ളവയൊക്കെ മൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓഷ്യനിൽ മൈനിങ് ചെയ്യും. അതും ഓഷ്യൻ പൊല്യൂഷനൊരു കാരണമാണ്. ഇങ്ങനെ പല ഹ്യൂമൻ ബീങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഓഷ്യൻ പൊല്യൂഷന് കാരണക്കാരായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കാണ്ട് നമുക്ക് ഓഷ്യൻ പൊല്യൂഷനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതുവഴി ഓഷ്യൻ എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പം നമ്മൾ എന്തൊക്കെയാണോ കോഴ്സസ് ആയിട്ട് പറഞ്ഞത് അതൊക്കെ നമ്മൾ ചെയ്യാതിരുന്നാൽ, ഇപ്പം വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുക, അങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഷ്യൻ പൊല്യൂഷനെ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ പറ്റും. Plants, Earth's wealth. The service rendered by plants for the sustenance of the living world is unique. Plants ബാക്കിയുള്ള ലിവിങ് വേൾഡിൻ്റെ സസ്റ്റനൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവീസസ് യുണീക്കാണ്. Plants serve as the cheapest, effective and natural means for the purification of air. നമുക്ക് ചുറ്റുമുള്ള എയർ പ്യൂരിഫൈ ചെയ്യുന്നതിന് പ്ലാന്റ്സിൻ്റെ റോള് വളരെ വലുതാണ്. ബൈ അബ്സോർബിംഗ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസിംഗ് ഓക്സിജൻ, പ്ലാന്റ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസ് ടു ദ ലിവിംഗ് വേൾഡ്. എങ്ങനെയാത്? പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും. പ്ലാന്റ്സ് ഓൾസോ ഹാവ് എ മേജർ റോൾ ഇൻ ദ മിറ്റിഗേഷൻ ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് സംരക്ഷിക്കാനുള്ള ഒരു കഴിവും ഒരു പരിധിവരെ പ്ലാന്റ്സിനുണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് സുനാമി ടു സം എക്സ്റ്റെൻറ്റ്. മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടൽ കാടുകൾ സുനാമിയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ബാംബു ഫോറസ്റ്റ്, റീഡ്, വെറ്റിവർ, ലെമൺ ഗ്രാസ് എക്സെട്ര പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാപ്സിങ് ഡ്യൂറിങ് ഫ്ലഡ്. ഫ്ലഡിൻ്റെ സമയത്ത്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ നദീൻ്റെ ഒക്കെ കരയിലുള്ള ചെടികളുണ്ടല്ലോ, അവരൊക്കെ ആ കരയിലുള്ള മണ്ണ് വെള്ളത്തിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ട്രീ ആൻഡ് ബുഷസ് ഇൻ മൗണ്ടെയിൻസ് ആൻഡ് ഹിൽസ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്. ഇനി മലമ്പ്രദേശത്ത്, കുന്നിൻ്റെ മുകളിൽ, പിന്നെ പർവ്വതങ്ങളുടെ മുകളിലൊക്കെ ഉള്ള ബുഷസും മരങ്ങളും ഒക്കെ സോയിൽ ഇറോഷൻ, മണ്ണൊലിച്ചിൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലും ഒക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നുണ്ട്. It's not when natural calamities happen that one should think about nature conservation. ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമല്ല പ്രകൃതി സംരക്ഷണത്തിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടത്. നാച്ചുറൽ കൺസർവേഷൻ ഷുഡ് ബിക്കം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി വൺസ് ലൈഫ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറണം നാച്ചുറൽ കൺസർവേഷൻ എന്നുള്ളത്. നാച്ചർ ഷുഡ് ബി യൂസ്ഡ് വൈസ്ലി ആൻഡ് പ്രിസർവ്ഡ് ഫോർ ദ ജനറേഷൻസ് ടു കം. നമ്മൾ നല്ല കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള നാച്ചറിനെ യൂസ് ചെയ്യുക, അതേപോലെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി അതിനെ സംരക്ഷിക്കുക, ഇതൊക്കെ നമ്മുടെ കടമകളാണ്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ചെടികൾ, മരങ്ങളൊക്കെയാണ് നമ്മുടെ ബയോസ്ഫിയറിൻ്റെ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹെൻസ് ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ, നർച്ചറിങ് ഓഫ് പ്ലാന്റ്സ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് വൺസ് പ്രൈം റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മുടെ ബയോസ്ഫിയറിനെ കൺസേർവ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണെങ്കിൽ, അവരാണ് നമ്മുടെ ബയോസ്ഫിയറിൻ്റെ പ്രൊട്ടക്ടേഴ്സ് എങ്കിൽ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അത്രയും വലിയൊരു കടമയാണ് ഈ പ്ലാന്റ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളുടെ പ്ലാന്റ്സിനെ സംരക്ഷിച്ചാൽ അവരുടെ ഹെൽപ്പോടുകൂടെ നമുക്ക് നമ്മുടെ ബയോസ്ഫിയറിനെ സംരക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും.
Let us assess which of the pigments given below participate directly in photosynthesis. ഏത് പിഗ്മെന്റ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പിഗ്മെന്റ് ആണ് ഫോട്ടോസിന്തസിസ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഏതായിരുന്നു? ഏതൊക്കെയായിരുന്നു പിഗ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെറോട്ടീൻ ഒക്കെ പ്ലാന്റ്സിലുള്ള ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന പിഗ്മെന്റ്സ് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഏതോ ഒരു പിഗ്മെന്റ് മാത്രം ഫോട്ടോസിന്തസിസ് ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നു. ബാക്കി 3 എണ്ണം എനർജി അബ്സോർബ്, ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന പിഗ്മെന്റിന് കൊടുക്കുന്നു എന്ന്. അവരെ നമ്മൾ ആക്സസറി പിഗ്മെന്റ്സ് എന്നൊക്കെ വിളിച്ചു. അപ്പൊ ആരായിരുന്നു അത്? ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ ആയിരുന്നു the pigment which directly participate in photosynthesis, whereas chlorophyll B, xanthophyll and carotene are accessory pigments which will absorb light energy and pass it into chlorophyll A. Next question. Glucose formed as a result of photosynthesis gets stored in different parts of plant in different forms through metabolic activities. Based on this, complete the table given below. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഫോട്ടോസിന്തസിസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു പ്ലാന്റ്സിൽ. ഈ ഗ്ലൂക്കോസ് പല മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം പല ഫോമില് പ്ലാന്റിന്റെ പല പാർട്ടിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മളോട് ഓരോ പ്ലാന്റ് പാർട്ടും സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസിനെ എന്താക്കിയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ട്യൂബേഴ്സ്, എക്സാമ്പിൾ കപ്പ, ടാപ്പിയോക്ക. അവിടെ ഏത് ഫോമിലായിരുന്നു ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നത്? സ്റ്റാർച്ചിന്റെ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ലെഗ്യൂംസ്, പയർ ചെടികൾ. അതിൽ ഏത് ഫോമിലായിരുന്നു ഗ്ലൂക്കോസ് ഉള്ളത്? പ്രോട്ടീൻസ്, പ്രോട്ടീൻസിന്റെ ഫോമിലായിരുന്നു ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസിന്റെ ഫോമിലായിരുന്നു ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഷുഗർ കെയിനിലൊക്കെയോ? ഷുഗർ കെയിൻ്റെ ഒക്കെ സ്റ്റെമ്മിൽ സൂക്രോസിന്റെ ഫോമിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഓയിൽ സീഡ്സിലൊക്കെ ഫാറ്റിന്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ നമ്മൾ മുന്നേ പഠിച്ചത് ഓർമ്മിച്ച് നിങ്ങൾ ഈ ടേബിൾ ഫില്ല് ചെയ്യില്ലേ? നെക്സ്റ്റ്, ഡയഗ്രാം ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഗിവൻ ബിലോ. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് റീഡ്രോ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ ഇതുപോലെ വരയ്ക്കണം. ഓരോ ഓർഗനിലെയും എന്താണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വരയ്ക്കണം. നമ്മൾ 2 വട്ടം ഓവൽ വരയ്ക്കുന്നു. അതിൻ്റെ ഈ ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലോറോപ്ലാസ്റ്റിന്റെ മെംബ്രെയിൻ ആണത് അല്ലേ? മെംബ്രെയിൻ ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന, സ്റ്റാക്കാക്കി വെച്ചിരിക്കുന്നതിന് എന്തോ ഒരു പേര് വിളിച്ചിരുന്നല്ലോ, ഗ്രാന. ആൻഡ് ഈ ഫ്ലൂയിഡ് പാർട്ട്, ഈ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വൈറ്റ് കളറിൽ ഇവിടെ കാണുന്ന പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ട്രോമ. നിങ്ങൾ നമ്മളെ മുന്നേ പഠിച്ച ഒരു ഫിഗർ ഇല്ലേ, നമുക്കൊന്ന് മുന്നിൽ പഠിച്ചിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിന്റെ ആ ഒരു ഫിഗർ നോക്കിയിട്ട് ഇപ്പൊ തന്ന ഫിഗർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാ പുറത്ത് ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, പുറത്തും ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, അങ്ങനെ ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. ഉള്ളിൽ കാണുന്ന ഈ പോർഷനെ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും. ഈ അടുക്കി വെച്ചിരിക്കുന്ന സാധനത്തിന് ഗ്രാന എന്ന് വിളിക്കും. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നിങ്ങളൊക്കെ വരച്ച് നോക്കില്ലേ? വരച്ച് ലേബൽ ചെയ്ത് നോക്കണം. Fourth question. Correct the statements given below by replacing the underlined words alone if found incorrect. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ സെന്റൻസിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓക്സിജൻ ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ബൈ ദ സ്പ്ലിറ്റിംഗ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആയിരുന്നോ ഓക്സിജൻ റിലീസായത്? അല്ല. വാട്ടർ H2O സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആയിരുന്നു ഹൈഡ്രജൻ അയോൺസും ഓക്സിജനും ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവിടെ നമ്മൾ
കാർബൺ ഡയോക്സൈഡ് അല്ല നമുക്ക് വേണ്ടത്, പകരം H2O വാട്ടർ ആയിരുന്നു വേണ്ടത്. Then the statement will be correct. Oxygen is formed during photosynthesis by the splitting of water, not carbon dioxide. Next statement, the dark phase of photosynthesis take place in the stroma. ഫോട്ടോസിന്തസിന്റെ 2 ഫേസ് ആയിരുന്നു, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അതിൽ ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എനിക്കിപ്പോൾ പെട്ടെന്ന് മറന്നുപോയി, പക്ഷെ ഞാൻ എൻ്റെ കോഡ് ഓർത്ത് നോക്കുമായിരുന്നു. നമ്മൾ എന്തായിരുന്നു കോഡ് പറഞ്ഞത്? ഞാൻ ചായയെ ഓർക്കും. ചായ സ്ട്രോങ് ആവുമ്പോൾ ഡാർക്ക് കളറിൽ കാണും അല്ലേ? അപ്പോൾ ഡാർക്ക് ഫേസ് സ്ട്രോങ്ങിന്റെ സ്ട്രോമ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സോ ദ ഡാർക്ക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് take place in the stroma and light phase take place in which place? Grana. Third statement, glucose is transported through the phloem tube to various part of the plant. ആയിരുന്നോ? ഗ്ലൂക്കോസിന്റെ രൂപത്തിലായിരുന്നോ ഫ്ലോയത്തിലൂടെ പ്ലാന്റിന്റെ എല്ലാ പാർട്ടിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടത്? അല്ല. ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആക്കി മാറ്റി ആ സ്റ്റാർച്ച് പിന്നെ സൂക്രോസിന്റെ ഫോമിലായിരുന്നു ഫ്ലോയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്ലൂക്കോസ് എന്നല്ല ഇവിടെ തുടക്കത്തിൽ വേണ്ടത്. ഇഫ് ദിസ് ഈസ് സൂക്രോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ട്യൂബ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഗ്ലൂക്കോസിന് സ്റ്റാർച്ചാക്കി, സ്റ്റാർച്ചിന് പിന്നെ സൂക്രോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ട്യൂബ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. Plants are the lungs of earth. Assess the relevance of this statement and prepare notes. Plants are lungs of the earth. എർത്തിന്റെ ലങ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ നോക്കൂ, അവ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ നോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഓരോ കീ വേർഡ്സും നമ്മൾ നോക്കണം. പ്ലാന്റ്സ്, ലങ്സ് ഓഫ് ദ എർത്ത്. അപ്പം നമുക്ക് ലങ്സ് എന്തിനാണ്? അത് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ കേസിൽ ലങ്സ് നമ്മൾ ശ്വസിക്കാൻ, നമ്മുടെ ശ്വസന പ്രക്രിയയിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ലങ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭൂമിയുടെ ലങ്സ് ആയിട്ടാണ് പ്ലാന്റ്സിനെ പറയുന്നത്. കാരണം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ തരുന്നത് ആരാ? പ്ലാന്റ്സ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാ? പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒക്കെ പോയിന്റ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പോയിന്റുകളും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ നോക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചെയ്ത് നോക്കാം. ഈ ചാപ്റ്ററിന്റെ അവസാനം ഗ്ലോബൽ വാർമിംഗ് ട്രീ ദ സൊല്യൂഷൻ എന്നൊരു പോസ്റ്റർ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായിരുന്നു ഗ്ലോബൽ വാർമിംഗ്? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പം റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? സോ വെൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിനായിരുന്നു നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിച്ചത്. അപ്പം അതിന് അങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ട്രീ എന്ന് പറയുന്നത്. കാരണം ട്രീ നമ്മളുടെ കാർബൺ ഡയോക്സൈഡിനൊക്കെ അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെടി നടുക, ചെടീനെ സ്നേഹിക്കുക. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു.